തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടങ്ങളിലേക്കൊക്കെ കടക്കാൻ പോവുകയാണ്. എങ്ങനെയുണ്ട് മണ്ഡലത്തിന്റെ ഒരു സ്വീകരണങ്ങൾ കിട്ടുന്നത്? സ്വീകരണം മൂന്നാം ഘട്ടം നടക്കുകയാണ്. ഇനി നാലാം ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്തായാലും നല്ല പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്നുള്ളത്. മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിൽ ഇത്തവണ വലിയ മാറ്റങ്ങളൊന്നും വരാൻ സാധ്യതയില്ല. കഴിഞ്ഞ 3 പ്രാവശ്യം UDF വിജയിച്ച മണ്ഡലമാണ്. ഇത്തവണയും 4ാം പ്രാവശ്യം UDF തന്നെ ഇവിടെ വിജയിക്കും. വികസനം തീർച്ചയായിട്ടും വികസനം പറഞ്ഞു തന്നെയാണ് ഈ വോട്ടർമാരെ കാണുന്നത്. ഇപ്പോൾ പലരും എക്സ്പ്രസ് ആണെങ്കിൽ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്ന് അതെല്ലാം ഊന്നി പറഞ്ഞുകൊണ്ടാണ്. എങ്ങനെയുണ്ട് വോട്ടർമാരുടെ ഒരു പ്രതികരണം? അല്ല, വോട്ടർമാർക്കറിയാം നമ്മൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇവിടുത്തെ വോട്ടർമാർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. മറ്റൊരു മണ്ഡലത്തിലും ജനങ്ങൾക്ക് മണ്ഡലത്തിലും നടക്കാത്ത വികസനങ്ങളെല്ലാം ഇവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ വോട്ടർമാർക്ക് വികസനത്തിൻ്റെ കാര്യത്തിൽ യാതൊരു തരത്തിലുള്ള വ്യത്യസ്തമായ അഭിപ്രായമില്ല. കാരണം അവർക്ക് ചിന്തിക്കാനോ സങ്കല്പിക്കാനോ കഴിയാത്ത കാര്യങ്ങളാണ് നമ്മൾ ഈ മണ്ഡലത്തിൽ റെയിൽവേ യാത്രാ രംഗത്തായിരുന്നാലും ദേശീയ നാഷണൽ ഹൈവേയിലായിരുന്നാലും അതുപോലെ തന്നെ പോസ്റ്റൽ BSNL എല്ലാ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ ചെയ്തിട്ടുള്ളത്. തെലങ്കാന മുഖ്യമന്ത്രിയെ തന്നെ ഇവിടെ നേരിട്ട് പ്രചരണത്തിൽ എത്തിക്കുകയാണ്. തെലങ്കാന മുഖ്യമന്ത്രി ഇവിടെ വരുമെന്ന് അറിയിച്ചിരുന്നു. ഇതുവഴിയാണ് അദ്ദേഹം തിരുവനന്തപുരത്തിൽ പോകുന്നത് അറിയിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാമിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. കാരണം അദ്ദേഹം 12 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങേണ്ടത്. പക്ഷേ 2 മണിക്കൂർ ലേറ്റായിട്ടാണ് തുടങ്ങിയത്. പക്ഷേ ആലപ്പുഴ പാർലമെൻറ്റിനോട് അത് കനത്ത മഴയായതുകൊണ്ട് ആലപ്പുഴയിൽ നല്ല മഴയായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം ലേറ്റായിട്ടാണ് തുടങ്ങിയത്. അതുകൊണ്ട് അദ്ദേഹം കരുനാഗപ്പള്ളിയിൽ അവസാനിപ്പിച്ച് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക്, കാരണം 9:30-ക്കുള്ള ഫ്ലൈറ്റിൽ അദ്ദേഹത്തിന് തിരിച്ചു പോകണം. നാളെ രാവിലെ 8:30-ക്ക് അദ്ദേഹത്തിന് ഒഫീഷ്യലായിട്ട് പാർട്ടിയുടെ പരിപാടികളുണ്ട്, സ്ഥാനാർത്ഥി നിർണ്ണയം. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എത്തുന്ന കാര്യത്തിൽ ഒരു അനിശ്ചിതത്വം ഇപ്പോൾ ഉണ്ട്. പെട്ടെന്ന് എതിർപക്ഷ സ്ഥാനാർത്ഥികൾ ഇപ്പോൾ അരുൺകുമാർ എന്നുള്ള ചെറുപ്പക്കാരനെയൊക്കെ നിർത്തി വലിയ പരീക്ഷണത്തിലേക്കൊക്കെ അവർ കടക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? അല്ല, മാവേലിക്കര പാർലമെൻറ്റ് മണ്ഡലത്തിൽ അങ്ങനെ ചെറുപ്പക്കാരെന്നോ മുതിർന്നവരെന്നുള്ള ഒരു തെരഞ്ഞെടുപ്പ് അതൊരു വിഷയമല്ല. കാരണം 2009 CPIയുടെ സ്ഥാനാർത്ഥി RS അല്ലേ, അതായത് 28 വയസ്സുകാരനായിരുന്നു. 28 വയസ്സുള്ള ആളായിരുന്നു. അദ്ദേഹമായിട്ടാണ് ഞാൻ മത്സരിച്ചത്. അപ്പോൾ ഞാൻ ആണ് വിജയിച്ചത്. അതിനനുസരിച്ച് ചങ്ങറ സുരേന്ദ്രൻ വന്നു. അദ്ദേഹം വലിയ ഏതാണ്ട് ചെറുപ്പക്കാരനായിരുന്നു. അവിടെയും ഞാൻ തന്നെ ജയിച്ചത്. പിന്നെ ചിറ്റയും കോമ ഞങ്ങൾ ഏതാണ്ട് വയസ്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ ഈക്വലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വയസ്സ് ചെറുപ്പമല്ല. പക്ഷേ ഇവിടെ ജനങ്ങൾ നോക്കുന്നത് അനുഭവ സമ്പത്ത്, പരിചയ സമ്പത്ത്, എക്സ്പീരിയൻസ്. കഴിഞ്ഞ തവണത്തേക്കാൾ ഭൂരിപക്ഷം ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിലേക്ക് എത്തുമെന്നൊരു പ്രതീക്ഷയുണ്ട്. മണ്ഡലത്തിലെ ഒരു ട്രെൻഡ് കണ്ടിട്ട്, വോട്ടർമാരുടെ ഇടയിൽ ഒരു ട്രെൻഡ് കണ്ടിട്ട് ഭൂരിപക്ഷം കൂടാനാണ് സാധ്യത. അഭിവാദ്യങ്ങൾ